നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഹലോ ഹലോ, എങ്ങനെയുണ്ടായിരുന്നു എന്റെ സർപ്രൈസ്? നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ എല്ലാം ചെയ്തില്ലേ? പിന്നെന്തിനാ ആ വീഡിയോ സ്വപ്നയ്ക്ക് അയച്ചത്? ഞാൻ അയച്ചത് തിയേറ്ററിൽ വെച്ചെടുത്ത വീഡിയോ അല്ലേ, അല്ലാതെ വാഷ്റൂമിൽ വെച്ചെടുത്ത വീഡിയോ ഒന്നും അല്ലല്ലോ. ഈ വീഡിയോ അയച്ചപ്പോ തന്നെ ഇതാണ് അവസ്ഥയെങ്കിൽ മറ്റേതയച്ചാൽ എന്താവും കഥ? നിങ്ങൾ ആരാ? എന്തിനാ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്? എന്തിനാണെന്ന് ചോദിച്ചാ ഞാൻ എന്താ പറയാ, നീ കരയുമ്പോഴും ടെൻഷൻ അടിക്കുമ്പോഴും എനിക്കൊരു പ്രത്യേക മനസ്സുഖമാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഞാൻ എന്ത് ചെയ്തിട്ടാ നിങ്ങൾ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? ആ, അത് പറയുന്നതിന് നല്ലത് ഞാൻ എന്റെ അഡ്രസ് എഴുതി തരുന്നതല്ലേ. ഞാൻ അത്രയും ബുദ്ധിയില്ലാത്ത ആളാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ആ, നീ ഇപ്പോഴേ ഇങ്ങനെ കരയാൻ തുടങ്ങിയാലോ? ഇനിയും കുറേ പരീക്ഷണങ്ങൾ നേരിടാനുള്ളതാ. നീ എന്നെ നിരാശപ്പെടുത്തി മഹിമേ. നീ കുറച്ചുകൂടെ സ്ട്രോങ് ആണെന്ന് ഞാൻ വിചാരിച്ചേ. എന്റെ ഈ അവസ്ഥ നിങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ മുതലെടുക്കാൻ കഴിയുമെന്ന് വിചാരിക്കണ്ട. നീ എന്ത് ചെയ്യാനാ? നിന്റെ ചേച്ചിയോട് പരാതി പറയോ, അതോ ഗിരിയെ കൊണ്ട് തല്ലിക്കോ? അതിന് നിനക്ക് ഞാൻ ആരാണെന്ന് അറിയണ്ടേ? ഇനി അറിഞ്ഞാ തന്നെ എന്റെ അടുത്ത് ആരെങ്കിലും എത്തും മുമ്പേ ഞാൻ നിന്റെ വീഡിയോ നെറ്റിലിടും. അത് കണ്ടു കഴിഞ്ഞാ നിന്റെ ചേച്ചി ജീവനോടെ ഇരിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. മാധവന്റെ മക്കള് വലിയ അഭിമാനികളല്ലേ? രണ്ടുപേരും ഒരുമിച്ച് ജീവനൊടുക്കാനാ സാധ്യത. അതിനുശേഷം ഗിരി എന്നെ കണ്ടുപിടിച്ച് പകരം വീട്ടിയാലും എനിക്ക് കുഴപ്പമില്ല. ഞാൻ ജയിച്ചു കഴിഞ്ഞില്ലേ? തനിക്ക് എന്താ വേണ്ടത്? അതൊക്കെ ഞാൻ പറയാം. സമയമുണ്ടല്ലോ. നമുക്ക് തൽക്കാലം ഈ ഒളിച്ചേളി തുടരാം. എന്നെ കണ്ടുപിടിക്കാൻ പറ്റുമെന്നൊന്ന് നോക്ക്. ഗുഡ് നൈറ്റ്. ഹലോ ഹലോ, എന്തായി? ഇന്ന് രാത്രിയോളം ഉറങ്ങില്ല. വാടാ. സ്വപ്ന അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. നീ അതൊന്നും കാര്യമാക്കാൻ നിൽക്കണ്ട. സ്വപ്ന പറഞ്ഞാൽ തന്നെയല്ലേ നാട്ടുകാരും പറയാ, നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയായിരുന്നു, ഇങ്ങനെ പരീക്ഷ എഴുതാതെ സിനിമയ്ക്ക് പോവാന്നൊക്കെ പറഞ്ഞ. ആ, നിനക്ക് ഇത്രയും വിഷമമുണ്ടെങ്കിൽ പരീക്ഷ എഴുതാൻ പറ്റാതെ തോറ്റുപോയ അവൾക്ക് എന്തുമാത്രം വിഷമം ഉണ്ടാവും? അവളുടെ ഭാഗത്തുനിന്നുകൂടി ഒന്ന് ചിന്തിക്കാൻ ശ്രമിക്ക്. അവളുടെ ഭാഗത്തുനിന്ന് എങ്ങനെ ചിന്തിക്കണമെന്നാ എനിക്ക് മനസ്സിലാവാത്തെ. അവൾ എന്തിനെങ്ങനെ ചെയ്തേന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മെഡിക്കൽ കോളേജിൽ കുറെ പഠിക്കാനുണ്ടാവില്ലേ? ചിലപ്പോൾ പരീക്ഷയുടെ സ്ട്രെസ് കൂടി താങ്ങാൻ കഴിയാതെ വന്നപ്പോ ഒന്ന് റിലാക്സ് ചെയ്യാൻ അവളൊരു സിനിമയ്ക്ക് പോയതായിരിക്കും. അത് എക്സാമിന്റെ അന്ന് തന്നെ വേണോ? അവൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ മറ്റെന്തോ കാരണങ്ങളുണ്ട്. സ്വപ്നം പറഞ്ഞതുപോലെ അവൾക്ക് പ്രേമവും മറ്റോ ഉണ്ടെന്നാണ്. പരീക്ഷ എഴുതാതെ കണ്ട ആൺപിള്ളേരുടെ കൂടെ കറങ്ങി നടക്കുന്ന ഒരാളല്ല മഹിമയെന്ന് നിനക്കും അറിയാവുന്നതല്ലേ? പിന്നെ അവൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കാരണം എന്താ? അച്ഛന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു അവളെ ഡോക്ടറാക്കുക എന്നുള്ളത്. അവൾ എൻട്രൻസ് പാസ്സായപ്പോ ആ സ്വപ്നം നിറവേറിയെന്നാ ഞാൻ ചിന്തിച്ചത്. പക്ഷെ ഇപ്പോ നിന്റെ അച്ഛന്റെ സ്വപ്നം എന്താണെന്ന് നിനക്ക് നന്നായിട്ടറിയാം. അതിനുവേണ്ടി കഷ്ടപ്പെട്ട് മഹിമ പഠിക്കുകയും മെഡിക്കൽ കോളേജിൽ സീറ്റ് വാങ്ങിയെടുക്കുകയും ചെയ്തു. പക്ഷേ അവളുടെ സ്വപ്നം എന്താണെന്ന് നീ അന്വേഷിച്ചിട്ടുണ്ടോ? അവൾക്ക് ഇതൊന്നും അല്ല വേണ്ടതെങ്കിലോ? അവൾ ഇതെല്ലാം ചെയ്യുന്നത് നിനക്കും നിന്റെ അച്ഛനും വേണ്ടിയാണെങ്കിലോ? അവൾ ഇങ്ങനെയൊന്നും ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല. നീയും നിന്റെ അച്ഛനും ഒക്കെ അവൾക്ക് വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അവൾക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായ അവൾ ജീവിക്കുന്നത്.
നിന്നെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി ജോലിക്ക് പോയി എൻട്രൻസ് ടെസ്റ്റ് പാസ്സായ കുട്ടിയാണ് മഹിമ. അവള് വെറുതെ പഠിപ്പിൽ ഉഴപ്പമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവളുടെ പ്രായത്തിലുള്ള പെൺകുട്ടികൾ ജീവിതം ആസ്വദിച്ച് അടിച്ചു പൊളിച്ച് നടക്കണമെന്ന് കരുതുന്നവരാ. എനിക്ക് ഒരു അനിയത്തി ഉണ്ടല്ലോ, അവൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നതെന്ന് നീയും കാണുന്നതല്ലേ? മഹിമ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? സ്വന്തം ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കി കൃത്യമായി ചെയ്യുന്നില്ലേ? അവളുടെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റ് സംഭവിക്കുമ്പോഴേക്കും ഇത്രയും ചിന്തിച്ചു കൂട്ടേണ്ട കാര്യമുണ്ടോ? എനിക്ക് എന്ത് ചിന്തിക്കണമെന്ന് അറിയില്ല ഗിരിയേട്ടാ. അവളുടെ പ്രശ്നം എന്താണെന്ന് എന്നോട് പറഞ്ഞാലല്ലേ എനിക്ക് അവളെ സഹായിക്കാൻ പറ്റൂ. അവളുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നീ അവളോടൊരു ചേച്ചിയെ പോലെ സംസാരിക്കണം. ഞാൻ അങ്ങനെ തന്നെയല്ലേ സംസാരിച്ചത്? അല്ല, നീ അവളോട് സംസാരിച്ചത് ഒരു പോലീസുകാരിയെ പോലെയാ. അവളോട് സ്നേഹത്തോടെ വേണം കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ, അല്ലാതെ ദേഷ്യപ്പെട്ടുകൊണ്ട് ഒരു ഗുണവുമില്ല. ഒരു കാര്യം നീ മറക്കരുത്, അവളും മാധവന്റെ മകള്, വാശി അവൾക്കും ഉണ്ട്. നിനക്ക് അവൾ ഇപ്പോഴും ചെറിയൊരു കുട്ടിയായിരിക്കും, പക്ഷെ അവൾ ഇപ്പോഴും സ്വന്തം കാലിൽ നിൽക്കാൻ കഴിവുള്ള ഒരാളാണ്. നീ ആവശ്യമില്ലാതെ ദേഷ്യപ്പെട്ട അവള് ചിലപ്പം വാശിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവും. അവൾക്ക് നമ്മുടെ സംരക്ഷണം വേണമെന്ന് തോന്നില്ല, പക്ഷേ ഒറ്റയ്ക്ക് ഈ ലോകത്തെ നേരിടാനുള്ള പ്രാപ്തിയൊന്നും അവൾക്കായിട്ടില്ല. അവൾക്കാകെയുള്ളൊരു കുടുംബം നീയാ. അവളുടെ സംരക്ഷണം നിന്റെ ഉത്തരവാദിത്വം. അവളോടുള്ള വഴക്കൊക്കെ അവസാനിപ്പിച്ച് അവളോട് സ്നേഹത്തോടെ സംസാരിച്ച് അവളുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇത് തന്നെ സ്വപ്നയുടെ കാര്യത്തിലും ചിന്തിച്ചാ പോരെ? ദേഷ്യത്തോടെയും സ്നേഹത്തോടെയൊക്കെ അവളോട് ഞാൻ സംസാരിച്ചു കഴിഞ്ഞു. ഒരു കാര്യമില്ല. കമഴ്ത്തി വെച്ച കുടത്തിൽ എത്രയെന്ന് കരുതിയ വെള്ളം ഒഴിക്കുക. ഇനി അവൾക്ക് നന്നാവണമെന്നുണ്ടെങ്കിൽ നന്നാവട്ടെ. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല, പക്ഷേ മഹിമയുടെ കാര്യം അങ്ങനെയല്ല. നീ കാര്യങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. മോൾക്ക് ഇന്നലെ മഹിമ പറഞ്ഞതില് ഒരുപാട് വിഷമം ഉണ്ടായി കാണുമല്ലേ? അമ്മ ഈ അവസരം മുതലെടുത്ത് മഹിമയും മഞ്ജുവിനെയും തമ്മിൽ അടി ഉണ്ടാക്കിക്കും. അതൊന്നും എന്റെ മോള് കാര്യാക്കരുത്. ഈ കാലത്തെ പിള്ളേരെല്ലാം അങ്ങനെയാണ്. ഇങ്ങനെ ഓരോന്നൊക്കെ ഈ പ്രായത്തിലുണ്ടാവും. നമ്മൾ ചെയ്യുന്ന ഒന്നിനും അവർക്ക് ഒരു വിലയുണ്ടാവില്ല. അവർക്ക് സ്വന്തം കാര്യം, അത്രേ ഉള്ളൂ. അമ്മേ, മഹിമ അങ്ങനെയുള്ള ഒരാളല്ല. ഇന്നലെ സംസാരിച്ചപ്പോ അവള് കുറച്ച് ദേഷ്യപ്പെട്ടു എന്നുള്ളത് സത്യം. എന്ന് കരുതി അവള് സ്വന്തം കാര്യം മാത്രം നോക്കി നടക്കുന്നൊരു സ്വാർത്ഥയൊന്നുമല്ല. ഇന്നലെ ഞാനും പെട്ടെന്ന് അവളോട് ദേഷ്യപ്പെട്ടു. ഗിരിയേട്ടൻ പറഞ്ഞപ്പോഴാ എനിക്കെന്റെ തെറ്റെന്താണെന്ന് മനസ്സിലായത്. മോളെ, ഇന്നലെ ഞാൻ നിന്നോട് വളരെ മോശമായിട്ടാണ് സംസാരിച്ചത്. നിന്നെ അടിക്കാൻ കൈ ഓങ്ങവരെ ചെയ്തു. എന്റെ വിചാരം നീ ഇപ്പോഴും ചെറിയ കുട്ടിയാണെന്നാ. സ്വന്തം തീരുമാനങ്ങൾ എടുക്കാൻ മാത്രം നീ വളർന്നു എന്നത് ഞാൻ മനസ്സിലാക്കണമായിരുന്നു. പരീക്ഷ എഴുതാതിരിക്കാൻ നിനക്ക് നിന്റേതായ കാരണം ഉണ്ടാവും. അതെന്താണെന്ന് സമയമാകുമ്പോൾ നീ എന്നോട് പറയുമായിരിക്കും.